അതായത് KGF ഇല്ലേ, മലയാളത്തിലെ KGF ആയിരിക്കും ടിക്കി ടാക്ക എഴുതി വെച്ചത്. യൂണിവേഴ്സിറ്റി RLB കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ കലാപ്രതിഭയായിരുന്നു യൂണിവേഴ്സിറ്റി മിമിക്രി മോണോ ആക്ട്. അന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല, അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് ചെല്ലണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞു പിന്നെ അശോകൻ ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും ഒക്കെയാണ് കോംബോ. അവരുടെ കൂടെയൊക്കെ എല്ലാം പറഞ്ഞു തരാനും ഒക്കെ അവരുണ്ട്. കറക്റ്റ് എല്ലാം പിന്നീട് സംഭവിക്കുന്നതൊക്കെ നിമിത്തമാണ്. ഇപ്പോഴും പ്രായമായ ചില അമ്മമാരും ചില അച്ഛന്മാരും ഒക്കെ നമ്മൾ കാണുമ്പോഴും അവർക്ക് ക്രോണിക് ബാച്ചിലെ ആളാണ് ഞാനെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മുഖത്ത് വരുന്നൊരു സന്തോഷവും ഒരു ചിരിയും അത് ഭയങ്കരമാണ്. ശാസ്ത്രമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ? സ്വർണം കാട്ടത് ആരാപ്പാ പോറ്റിയാണ് അയ്യപ്പ എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു വേരിയേഷൻ കൊണ്ടുവരണം. അതാണ് 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നില്ലേ ഒരു 100 രൂപ, ഒരു 100 റുപ്പീസ് കണ്ടിട്ടുണ്ട്. അത് ഒരാട്ടത്തിന്റെ വട്ടിലാണല്ലോ നിൽക്കുന്നത്. അത് രസമല്ലേ? അത് ആ പകത് മറ്റേ കൊച്ചിനെ പറ്റിച്ചിങ്ങനെ നടക്കുകയാണ്. ആ റോഡിന്റെ എട്ടയെന്ന് വിളിച്ചിട്ടാണ് ഒരു 100 റുപ്പീസ് തരും. അതാ വിളിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ അത് തന്നെ മനോജ് കേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ ഒന്ന് പറഞ്ഞിടാന്ന് പറയുന്നുണ്ട് ലൊക്കേഷനിൽ എന്ന് പറയാം. അപ്പൊ തൊഴുത് മാറും വഴി ആ തൊഴുതവരിങ്ങനെ പോകുന്നുള്ള പോഴും വഴി അതിങ്ങനെ പറയിപ്പിക്കും പുള്ളി എന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ആളില്ലെങ്കിലും വെറുതെ നിന്നിട്ട് പറയും വഴി ഒരു തൊഴുത് മാറും, ആളുമില്ല. സിനിമാ സ്ക്രീനിൽ വ്യത്യസ്ത തരം വേഷങ്ങൾ, അത് കള്ളുകൂടിയൻ മുതൽ നമ്മളോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ വേഷങ്ങൾ വരെ. എടുത്തു പറയാനാണെങ്കിൽ ക്രോണിക് ബാച്ചിലർ, രസികൻ, ഇപ്പോൾ അവസാനം ഇറങ്ങിയിരിക്കുന്ന സർവം മായ വരെ. അങ്ങനെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നമ്മളെ ഒരുപോലെ ചിരിപ്പിക്കുന്ന അനിയപ്പൻ ചേട്ടനാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് റീടേക്കിൽ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോകുന്നു സിനിമാ വിശേഷങ്ങൾ? അപ്പോൾ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ്റെ പുതിയ പടങ്ങൾ എനിക്ക് തോന്നുന്നു ഇനി വരാനുണ്ട്. സർവമായയിൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന രീതി തന്നെ നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. അല്ല, ഒരു ചെറിയ വേഷമാണെങ്കിൽ കൂടി അതൊരു വിജയിച്ച സിനിമ എന്ന് പറയുമ്പോൾ അതായത് ഒരു കലാകാരനും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. വിജയിച്ച സിനിമയിൽ ഒരു ചെറിയ വേഷമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണത്. തീർച്ചയായിട്ടും. ചേട്ടനെ ശരിക്കും നമ്മൾ തിരിച്ചറിയുക ക്രോണിക് ബാച്ചിലറാണ്. അത് എനിക്കൊന്ന് പടം കണ്ട ആൾക്കാർ ഒരിക്കലും മറക്കില്ല ആ ഒരു ബസ് സ്റ്റോപ്പും ആ രംഗവും. ശരിക്കും ആ ഒരു സീൻ അഭിനയിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ചേട്ടന്റെ മലയാള സിനിമയിലേക്കുള്ള ഒരു വാതിൽ തുറന്നു എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ്? അല്ല, അങ്ങനെയല്ല. ഏതൊരു കലാകാരനും കിട്ടുന്നൊരു ഭാഗ്യം എന്നാണ് അത് ശരിക്കും പറഞ്ഞത്. കാരണം സിദ്ദിഖ് സാറ് പോലെയുള്ള ആ സർവകലാശാലയുടെയൊക്കെ മുമ്പിൽ ചെന്ന് പെട്ടല്ലോ നമ്മൾ. സാധാരണക്കാരനായ ഞാൻ അവിടെയൊക്കെ ചെന്ന് പെടുക എന്ന് പറഞ്ഞത് വലിയ ഭാഗ്യമാണ്. അത് യൂണിവേഴ്സിറ്റി RLB കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ കലാപ്രതിഭയായിരുന്നു യൂണിവേഴ്സിറ്റി മിമിക്രി മോണോ ആക്ട്. അന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല, അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് ചെല്ലണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞു പിന്നെ അശോകൻ ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും ഒക്കെയാണ് കോംബോ. അവരുടെ കൂടെയൊക്കെ എല്ലാം പറഞ്ഞു തരാനും ഒക്കെ അവരുണ്ട്. കറക്റ്റ് എല്ലാം പിന്നീട് സംഭവിക്കുന്നതൊക്കെ നിമിത്തമാണ്. ഇപ്പോഴും പ്രായമായ ചില അമ്മമാരും ചില അച്ഛന്മാരും ഒക്കെ നമ്മൾ കാണുമ്പോഴും അവർക്ക് ക്രോണിക് ബാച്ചിലെ ആളാണ് ഞാനെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മുഖത്ത് വരുന്നൊരു സന്തോഷവും ഒരു ചിരിയും അത് ഭയങ്കരമാണ്. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ പിടിച്ച് വലിയ ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ കാലും കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെന്ന്. അതായത് ഒരു ശല്യമായിട്ട് തൂങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ടേ അപ്പം അത്രക്കും ഫീൽ ചെയ്ത തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ആ സമയങ്ങളിൽ എനിക്ക്. അല്ല, ശരിക്കും ആ സീൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക കള്ളു കുടിച്ച് റോട്ടിൽ കിടക്കുന്ന ഒരു വ്യക്തി, ഇപ്പം ചേട്ടൻ്റെ ഒപ്പം തന്നെ അഭിനയിക്കുന്ന ഇന്നസെൻ്റ് ഏട്ടൻ, അശോക് ഏട്ടൻ, അപ്പോൾ ഇവരുടെ ഒപ്പം ചേട്ടൻ കട്ടയ്ക്ക് നിൽക്കുക. എനിക്ക് തോന്നുന്നു ഒരു പടി കുറച്ചുകൂടി മുന്നിൽ ചേട്ടൻ തന്നെ നിൽക്കുന്നത്. കാരണം ആ ഒരു വേഷം അത്ര പെർഫെക്ഷനോട് കൂടി, അതും കള്ളുകൂടിയൻ ഇത്ര കൃത്യമായിട്ട് ചേട്ടനത് എങ്ങനെ ഒപ്പിച്ചെടുത്തു ആ ഒരു സീൻ? അല്ല, അത് അങ്ങനെ മുന്നിൽ നിൽക്കാൻ കാരണം ഇയാൾ വെള്ളമാണല്ലോ, മറ്റവർ നോർമലാണ്. വെള്ളമുള്ളവനെപ്പോഴും അവനിങ്ങനെ പമ്പ് ചെയ്ത് നിൽക്കുമല്ലോ. അല്ല, ഇപ്പൊ നമ്മളിപ്പോ 3 പേരുള്ള ഒരു പക്ക കോംബോ സീനാ. അത് കുറച്ചു നേരം എനിക്ക് തോന്നുന്നു ഒരു 4 മിനിറ്റ് വരെ ആ സീൻ അതുപോലെ തന്നെയുണ്ട്. ആ സീനിൽ ചേട്ടൻ മുഴുനീള കഥാപാത്രമായിട്ട് നിൽക്കുക. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഇത് അഭിനയിക്കുമ്പോൾ
ഒരാള് റീടേക്ക് പോയാൽ പോലും ചേട്ടൻ വീണ്ടും ഇതേ സംഭവം ചെയ്യണമല്ലോ. ചെയ്യണം. അതൊരു പേടിയുണ്ടായിരുന്നു. കാരണം വലിയ അവർ ഇന്നസെന്റ് ആയിട്ടും ഹരിസ് കേശവട്ടൻ എന്ന് വെച്ചാൽ ഹാസ്യത്തിന്റെ ചക്രവർത്തിമാരാണ്. അപ്പോൾ അവരുടെ കൂടെ ചെയ്യുമ്പോൾ ഭയമില്ലാണ്ടിരിക്കുമോ നമുക്ക്. പക്ഷേ എന്നാലും ഈ സിദ്ദിഖ് സാറ് തരുന്നൊരു സപ്പോർട്ടുണ്ട്. പിന്നെ ഈ രണ്ട് കലാകാരന്മാരും നമുക്ക് കിട്ടുന്നൊരു സപ്പോർട്ടുണ്ട്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് വരുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ ഒരു ഋതത്തുമ്മ കയറി ഞാനും പിടിച്ചു. അവർക്കൊരു താളമുണ്ട്, ആ താളത്തുമേയും കൂടി ഞാനും കൂടി പിടിച്ചു. അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നസെന്റ് ചേട്ടനും അശോകൻ ചേട്ടനും. നമ്മൾ എത്ര കണ്ടു കഴിഞ്ഞാലും സത്യം പറയാലോ, നമ്മളൊരു ടി വിയിൽ ക്രോണിക് ബാച്ചിലർ വരുമ്പോൾ ഈ സീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് പോകും. എന്തൊരു ഇതുണ്ടെങ്കിലും നമ്മൾ ഒന്ന് ചിരിച്ചു പോകും. അതുപോലത്തെ സീനാണ്. ചേട്ടൻ ആ ഒരു സ്ലാങ് ഒക്കെ ഏത് രീതിയിൽ അന്ന് അത് എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുത്തു? അല്ല, അന്ന് ഈ കുടിയൻ നമ്മൾ നേരത്തെ തുടങ്ങി സ്ക്രീനിൽ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. ഞാൻ ബിഗ് സീറോ എന്നും പറഞ്ഞിട്ട് രമേശ് കുറുമശ്ശേരിയൊക്കെ ഉള്ള ഒരു ട്രൂപ്പിൽ നമ്മൾ കളിച്ചിരുന്നപ്പോൾ അന്നൊരു കുടിയനുണ്ടായിരുന്നു. അത് കല്യാണ വീട്ടിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കുടിയനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു താളവും ആ ഒരു ഇതും ഉണ്ട് കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് അതങ്ങോട്ട് ചെയ്തു. 2003 ക്രോണിക് ബാച്ചിലർ ഇറങ്ങി. പിന്നെ അതിനുശേഷം 2004 തന്നെ രസികനും സത്യവും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം സത്യമാണ് ഇറങ്ങിയത്. അത് രസികൻ മണപ്പാട്ടിപ്പറമ്പിലായിരുന്നു ഷൂട്ടിംഗ്. അപ്പോൾ മണപ്പാട്ടിപ്പറമ്പിൽ ഇത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ സത്യം റിലീസായി. ചേട്ടൻ ഇപ്പോ സത്യം സിനിമയിൽ അഭിനയിക്കുമ്പോഴും പൃഥ്വിരാജിന്റെ ഒപ്പം തന്നെ മുഴുനീള കഥാപാത്രമായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ആ ഒരു എഫക്റ്റ് സത്യത്തിലും കിട്ടി എന്നല്ലേ സത്യത്തിൽ പറയേണ്ടത്? എങ്ങനെയാണ് ആ ഒരു വിനയൻ ചിത്രത്തിലേക്ക് ചേട്ടൻ എത്തുന്നത്? അത് സത്യം സിനിമ എന്ന് പറഞ്ഞാലും അതും ഒരു പെട്ടെന്നുണ്ടായ ഒരു അത്ഭുതം തന്നെയാണ് അത്. കാരണം അന്ന് സിനിമ സമരം എന്തോ നടക്കുകയാണ്. ഹരിസ് കേശവൻ ചേട്ടൻ ചെയ്യേണ്ട വേഷമാണത്. അപ്പോൾ സിനിമയിൽ ഈ സമരം ഇങ്ങനെ നടക്കണ സമയത്ത് അവർ ചെയ്യാൻ എന്തോ ഒരു ചെറിയ അവരുടേതായ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് സാറ് ഈ ക്രോണിക് ബാച്ചിലെ കള്ളുകൂടിയനെ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സത്യം സിനിമയിലും ഇതുപോലൊരു കള്ളുകൂടിയൻ്റെ ഒരു സംഭവം വേണം. അതായത് ആ നിലപറയെന്ന് അദ്ദേഹത്തെ തുറന്നു വിടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ സാർ അത് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആൻഡ്രൂ ജോസഫ് സാർ എന്നെ വിളിക്കണത്. നീ പെട്ടെന്ന് വരാൻ പറഞ്ഞ് അങ്ങനെ പിന്നെ സാറിനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അതായത് ഇതൊരു വലിയ വേഷമാണ്, രാജുവിൻ്റെ ഒപ്പം നിൽക്കേണ്ട ഒരു വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വേഷമാണ്. അപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം എന്നിട്ട് പറഞ്ഞിട്ടാണ് അതിൽ ചെല്ലണം. അത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇപ്പോഴും ഈ മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തു നിന്ന് തന്നെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഞാനിങ്ങനെ ദേവസ്വം ബോർഡിലാണ് ജോലി ചെയ്യണം, അറിയാമല്ലോ, ചോറ്റാനിക്കര അമ്പലത്തിലാണ്. അപ്പോൾ ഇവർ എന്നെ പരിചയപ്പെടുമ്പോൾ സത്യത്തിലെ ആളാണെന്നാണ് അവർ കൂടുതൽ പറയുന്നത്, ആ ഭാഗത്തു നിന്ന് തന്നെ അവർ. കാരണം അവർ എപ്പോഴും ഇതുപോലെ ആഴ്ചയിൽ കൂടുമ്പോഴൊക്കെ അവിടെ ഈ പടം ഇടും, സിറ്റി ചാനലിലൊക്കെ അവരിടും. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാനത് ഒരുപാട് ആസ്വദിച്ചൊരു വേഷമാണ് സത്യം. കാരണം ഞാൻ അതിൽ മരിച്ച് എന്നെ വെട്ടിക്കൊന്നിട്ടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും കൂട്ടക്കരച്ചിലായിരുന്നു. അത് തന്നെ അത്ര നേരം ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഉള്ള ഒരാൾ, പിന്നെ ആരും ഇല്ലല്ലോ, ആരും ഇല്ലതായിട്ട് കാണിക്കുന്നില്ല ഈ കഥാപാത്രത്തിന്. ഇവൻ്റെ ഒരു അസ്മാതി, എൻ്റെ വീടോ എൻ്റെ കുടുംബമോ ഒന്നും കാണിക്കുന്നില്ല. അവന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അവനെ വെട്ടിക്കൊന്ന് കളഞ്ഞു. അപ്പോൾ ഞാനും ഇടയ്ക്ക് എനിക്കിപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്നിട്ട് ഈ സത്യം കാണാറുണ്ട്. സത്യം സിനിമ ഞാൻ മൊബൈലെടുത്തിട്ട് കാണും. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. അതിനകത്ത് ചേട്ടനെ പറഞ്ഞ പോലെ നിലവറ തുറന്നു വിടുന്ന ഒരു സീനിൽ ചേട്ടൻ ചപ്പാത്തി എറിഞ്ഞു കൊടുക്കുന്ന ഒരു സീനുണ്ട്. അപ്പം ഈ ഭയങ്കരമായിട്ട് ഒരു മുഴുനീള ക്യാരക്ടർ, പൃഥ്വിരാജിനൊപ്പം തന്നെ മുഴുനീള കഥാപാത്രമായിട്ട് ചേട്ടൻ അതിൽ അഭിനയിക്കുകയാണ്. അതിൽ ആ സിനിമയിൽ തരുണി എന്ന് പറയുന്ന ആ ഒരു മിടുക്കി, അത് ചേട്ടൻ ആ മോളുമായിട്ട് ഡയറക്റ്റ് ചേട്ടൻ സംസാരിക്കാനോ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്? പിന്നെ അയ്യോ, അത് നമ്മുടെ കൊച്ചല്ലേ. എന്നിട്ട് അത് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ കുട്ടിനെ ഞാൻ എടുത്തുകൊണ്ട് ഓടുന്ന ഒരു സീനുണ്ട്, സൈക്കിളിൽ നിന്ന് വീണ്ട്. അപ്പോൾ എനിക്ക് വന്നു വെച്ചാൽ ഒന്ന് അഭിനയമാണ്, ക്യാമറ നിൽക്കണു, ഇത്രയും ടെക്നീഷ്യൻ നിൽക്കണു, ഞാൻ വീഴാൻ പോവാണ്. ബാബുരാജ് സാറ് എന്നെ പുറത്തുനിന്ന് ചവിട്ടുമ്പോൾ ഞാൻ വീഴണം. കുഞ്ഞുവാവ എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഇപ്പോൾ റോഡാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. അത് വാവക്കൊന്നും പറ്റരുത്. അത് ആ സീൻ കണ്ടാൽ മനസ്സിലാകും. അത്രക്ക് അത് ഒറ്റ ടേക്കിന് ഓക്കെയായി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് സാറ് വിനയ സാർ എപ്പോഴും പറയും, ഒറ്റ ടേക്കിൽ അത് ഓക്കെയാണ്. അതായത് ചേട്ടന്റെ ഫേസിലും മോളുടെ ഫേസിലും എക്സ്പ്രഷനും മണ്ണും എനിക്ക് കൊച്ചിന്റെ സംരക്ഷണവും വേണം, എനിക്ക് കൊച്ചിനെ സംരക്ഷിക്കുകയും ചെയ്യണം. അതൊരു ഉഗ്ര സീനായിരുന്നു. മോളുമായിട്ട് ഇപ്പൊ ചേട്ടൻ ആ ഒരു ഇന്ററാക്ഷൻ അല്ലെ, പിന്നെ മോളിപ്പോ പോയി നമ്മുടെ ലോകത്തുനിന്ന് പോയെങ്കിൽ പോലും ബാലമാമ എന്നുള്ള വിളി ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകില്ല. അവിടെ എല്ലാവരെയും ഇത് ക്യാരക്ടർ പേരെടുത്താണ് വിളിക്കണത്. അതെല്ലേ, അനിയപ്പാന്നല്ല, ബാലമാമ എന്നാണ് വിളിക്കണത് പുറകെ നടന്നിട്ട്. ചേട്ടനിപ്പോൾ നമ്മളെ തിരിച്ച് നമ്മൾ വീണ്ടും എത്തുകയാണെങ്കിൽ 2003 തന്നെ 2004 ഇതുപോലെ രസികനും റിലീസാവുന്നത്. ഇപ്പോൾ രസികൻ റിലീസായപ്പോഴും അതിലും ചേട്ടൻ ഒരു മുഴുനീള ക്യാരക്ടറാണ്. ദിലീപിനൊപ്പം നടക്കുന്ന ദിലീപിന്റെ ചങ്ക് കൂട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി അത് തന്നെയാണല്ലോ. ചേട്ടൻ ആ ഒരു സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, രസികനിലെത്തുന്നത്? ഇതുപോലെ തന്നെ ഈ സിനിമകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരുന്നു എനിക്ക്.
ആ ആ സമയങ്ങളിൽ പിന്നെ ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഒന്ന് രണ്ട് ബ്ലാക്ക് പോലെയുള്ള രഞ്ജിത്ത് സാറിൻ്റെ സിനിമകളിൽ ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട്. അതുപോലെ റോഷൻ ആൻഡ്രൂസിൻ്റെ ഉദയനാണ് താരത്തിൽ എന്നെ ആദ്യമാണ് കാസ്റ്റ് ചെയ്യുക. പത്രങ്ങളിലൊക്കെ ആദ്യത്തിൽ എൻ്റെ പേരാണ്. അതെ അല്ലേ? പിന്നെ അതിനുശേഷമാണ് അത് ആ ക്യാരക്ടർ മാറിപ്പോയത്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ടൈം നമുക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് എനിക്ക് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടുകയും ഞാനങ്ങനെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ കയറുകയും ചെയ്തത്. പിന്നെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ രസികനിലേക്ക് വന്നത്. രസികനിലേക്ക് വന്നു. ലാൽ ജോസ് സാറിൻ്റെ പടമാണ്. അതും ഇതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും സൂപ്പർ ഹിറ്റാവുമെന്ന് പ്രതീക്ഷിച്ചൊരു സിനിമയാണത്. പിന്നെ ലാൽ ജോസ് സാറിൻ്റെ അസൽ പടമാണ് അത്. ശരിക്കും അത് തിയേറ്ററിൽ വന്നിട്ടാണ് അല്ലേ മറ്റേ ടി വിയിൽ വന്നതിന് ശേഷമാണ് അത് കൂടുതൽ ഹിറ്റായത്. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഇപ്പോഴും എന്തോരം പേര് അത് പറയുമെന്നറിയോ. പക്ഷെ രസികനിലെ കട്ട്സും അതുപോലെ തന്നെ പാട്ടും ഇപ്പൊ വൈറലായിട്ടുണ്ട് വീണ്ടും. ഒരു സാധനം വന്നിട്ടുണ്ടല്ലോ. അതെ, അതായത് ഇപ്പൊ നമ്മളൊക്കെ ഈ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ്, മേളിലൊരു ടെക്സ്റ്റ് ഉണ്ടാവും, അതായത് ഇതുപോലുള്ള ഒരു ചങ്ക് കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. എന്നിട്ട് താഴെ കാണിക്കുന്നത് ദിലീപേട്ടൻ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് ലോഡ്ജ് പോലുള്ള ഒരു മുറിയിലേക്ക് കയറി വരുന്നു. അപ്പോൾ ചേട്ടൻ പുറത്തേക്ക് വരുന്നുണ്ട്, മുട്ടിയിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പം ചേട്ടനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കുറച്ച് കാശ് ഒപ്പിക്കാൻ പറ്റുമോ? ചേട്ടൻ ആ ഡയലോഗ് ചേട്ടൻ പറയുന്നതായിരിക്കും എന്നെക്കാൾ നല്ലത് ചേട്ടൻ പറയുന്നതായിരിക്കും നല്ലത്. ആളുകൾക്കും കുറച്ചുകൂടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ ദിലീപ് ഞാൻ ചോദിക്കാം എടാ കുറച്ച് കാശ് ഒപ്പിക്കാൻ. ആ ജാങ്കോ, അത് വിട്ടുപോയി. ജാങ്കോ കുറച്ച് കാശ് ഒപ്പിക്കാൻ പറ്റുമോ? കാശ് എത്ര വേണ്ടത്? ഒരു 10,000 രൂപ വേണ്ടി വരും. ഈ 10,000 എന്നൊക്കെ പറയുമ്പോൾ അണ്ണനെ ഇവിടെ നില്ലി, ഞാൻ തപ്പിയിട്ട് വരട്ടെ. സംഭവം ഇതാ നമുക്ക് വേണ്ടത്. ഒരു വെച്ചുകെട്ടും ഇല്ല. ഇങ്ങനത്തെ കൂട്ടുകാരെ നമുക്ക് വേണ്ടേ? എങ്ങനെ ചേട്ടൻ റിയൽ ലൈഫ് എന്നെ ഒരുപാട് എന്റെ കൂട്ടുകാർ സഹായിച്ചിട്ടുണ്ട്. എന്നെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ട്. ഇതുപോലെയൊക്കെ നമുക്ക് ചില വിഷമങ്ങൾ വരുമ്പോടാ ഇന്നൊരു പ്രശ്നം ഉണ്ടല്ലോ, ഇന്ന് വേണം. അപ്പോൾ അതാണ് അങ്ങനത്തെ അതാണ് എനിക്ക് തോന്നുന്ന ആ സാധനം, ആ ഒരു സ്കിറ്റ് ഇങ്ങനെ കൂടുതൽ വൈറലാവാൻ കാരണം അതാണ്. അതെ, ആ ഒരു ഡയലോഗ് ചേട്ടന്റെ ആ എത്ര ഉണ്ടെന്ന് വേണ്ടേ? 10,000. ഓ ശരി. അപ്പം താങ്ങില്ല. അതാണ് പുള്ളി 10,000 എന്നൊക്കെ പറയുമ്പോ ഈ മാന്തലിൽ പുള്ളി ചിന്തിക്കുന്നത് എവിടെ പോയി ചോദിക്കുന്നു ഈ 10,000 എന്നൊക്കെ പറയുമ്പോ അങ്ങനെ. പക്ഷെ ആ പടത്തിൽ എനിക്ക് തോന്നുന്നത് വേറെ ഒരു കൂട്ടുകാരും ഇതുപോലെ അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് കേട്ടോ. കാരണം ആ പടത്തിൽ ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെ വേറെ ആരും ഒന്നും ചെയ്ത് എനിക്ക് അങ്ങനെയാണ് പടത്തിൽ തോന്നുന്നത്. അന്ന് എനിക്കൊന്നും പടം കുറച്ച് പരാജയപ്പെട്ടുവെങ്കിൽ പോലും ഇപ്പൊ പടത്തിലെ പാട്ടുകളും അതുപോലെ തന്നെ സീനുകളും കട്ട്സും ഇങ്ങനെ വൈറലാവും. സൂപ്പർ. ഞാൻ പറഞ്ഞത് ലാൽ ജോസ് സാറിന്റെ പടങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു പടം തന്നെയാണത്. പക്ഷെ അതിൻ്റെ ആ ലാംഗ്വേജിൽ കുറച്ച് അന്നും സാറിന് അതിന് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സാറിന് അതൊരു വിഷമം ഉണ്ടായിരുന്നു ലാൽ ജോസ് സാറിന്. ആ തിരുവനന്തപുരം ഭാഷ പിടിക്കേണ്ടടുത്ത് പിടിക്കാത്തതിൻ്റെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ടി വിയിൽ വന്നിട്ട് അത് എന്തു ഹിറ്റായിരുന്നു, എന്ത് രസമായിട്ട് ആൾക്കാർ കാണും. പിന്നെ രസികൻ സിനിമ രസമല്ലേ ടി വിയിൽ കാണുമ്പോൾ. എന്താ പാട്ടും ആ സമ്പ്രദാസുലിൻ്റെ ഒക്കെ അന്നത്തെ ആ പ്രണയങ്ങളും അവളുടെ പാട്ടും അവളുടെ പരിഭവവും എന്ത് രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ, അതായത് സമ്പ്രദാസുലിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ശിവനും പാർവതിയുമായിട്ടുള്ള ഒരു വേഷത്തിൽ ഈ താഴത്ത് മുഴുവനും ഇട്ടിരിക്കുന്നത് ഉപ്പ് ഇട്ടിട്ട് അതിന്റെ പുറത്താണ് ഡാൻസ് കളിച്ചതെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു സമൃദ്ധയൊക്കെ ഇങ്ങനെ ഒരു പതുക്കെ ഇങ്ങനെ കത്തി കയറി വരുന്ന ഒരു സമയമാണ്. കുറച്ച് നാൾ ആൾക്കും ഒരു ചെറിയ ഗ്യാപ്പ് വന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു ലൊക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു, ഒരു ഓർമ്മ? ആ സീൻസ് അതിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക ഭംഗിയാണ് സമൃദ്ധനെ കാണാൻ. നല്ലത്. ആ കുട്ടിയൊക്കെ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെന്ന് വെച്ചാൽ ഈ തിരക്ക്, അവർക്ക് ഓരോ ബിസിനസ്സോ പിന്നെ അവരെവിടെയും താമസിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനുശേഷം ലാൽ ജോസ് സാറ് കണ്ടെത്തിയ നടിമാരെല്ലാം സൂപ്പറാണ്, ഒന്നും സംശയമില്ലാത്ത കാര്യങ്ങളാണ്. പുള്ളി കണ്ടെത്തുന്നവരങ്ങനെ തന്നെയാണ്, നമുക്കറിയാമല്ലോ. പാട്ട് സീക്വൻസ് നല്ല രസമല്ലേ? പിന്നില്ലേ, അത് സമൃദ്ധ തന്നെ അതിനകത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, എൻ്റെ കാലിൻ്റെ അടി പൊട്ടിയിരിക്കുമായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ പാട്ട് സീൻ വരുന്നത്. അപ്പം മുഴുവനും ഇങ്ങനെ ഉപ്പിട്ടിട്ട് ആ ഉപ്പിൻ്റെ പുറത്ത് ചവിട്ടിട്ട് എൻ്റെ ആ ഫേസിലൊന്നും കാണിക്കില്ല, എന്നാൽ പോലും എനിക്കത് അഭിനയിക്കേണ്ടി വന്നു എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ കണക്ട് ചെയ്ത് ചോദിച്ചതാണ്, അപ്പോൾ ചേട്ടൻ ആ ലൊക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നില്ല, ആ പാട്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒരു സീൻ ഉണ്ടാവുമല്ലോ എന്തായാലും. ആ സീൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു മറ്റേ ഹര 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 ശങ്കര ആ പാട്ടില്ലേ, ആ പാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതിലല്ലേ ആ ഒരു നല്ല രസമുള്ള കുറച്ച് സീക്വൻസുകൾ ഉണ്ട് ആ കുട്ടിയൊക്കെ ആയിട്ടുള്ളത്, ബസ്സിലിരുന്നിട്ടുള്ളത്. നല്ല പാട്ടും അതിൽ തിരിയലും. പിന്നെ അവള് വേഷം കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പുള്ളി മഹാദേവന്റെ വേഷം കെട്ടിട്ടിരിക്കണം, പാമ്പ്, അതൊക്കെ ഭയങ്കര രസമാണ്. ആ സോങ് എടുക്കാൻ ഇന്ന് മലയാള സിനിമയിൽ ലാൽ ജോസ് സാർ തന്നെ സൂപ്പർ, സംശയമില്ല. സോങ് ചിത്രീകരണമൊക്കെ ലാൽ ജോസ് സാറിന് ഒരു പ്രത്യേക കഴിവാണ്.
ചേട്ടൻ ഈ രസികനിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഫീൽ ഗുഡ് മൂവി നമ്മൾ ഇരിക്കുന്നു ഇങ്ങനെ കാണുന്നു. ഇപ്പോൾ ചേട്ടൻ്റെ ഡയലോഗുകളൊക്കെ വരുവാണെങ്കിൽ തന്നെ അണ്ണാ ഇപ്പോൾ നിങ്ങൾ മറ്റേ ജാങ്കോ ഞാൻ പെട്ടു ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കും, നമുക്ക് പ്രത്യേകിച്ച് ഒരു ടെൻഷൻ വരുന്നില്ല. അത് എനിക്കൊന്ന് ചേട്ടൻ്റെ സംസാരം അല്ലെങ്കിൽ ചേട്ടൻ ആ ഒരു സംഭാഷണം ചേട്ടൻ അവതരിപ്പിക്കുന്ന രീതി, ആ ഒരു കാര്യം, അപ്പം ഒരു ക്യാരക്ടർ കിട്ടിക്കഴിയുമ്പോൾ ചേട്ടൻ അതിലെന്തെങ്കിലും പ്രിപ്പറേഷൻ നടത്താറുണ്ടോ? ഇത്ര കൂളായിട്ട് അതെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അല്ല, അതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്ടറും തിരക്കഥാകൃത്തും നമ്മളോട് പറയുമല്ലോ. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ചെയ്ത ആനന്ദ് ശ്രീബാല എന്നൊരു ഒരു സിനിമ, അർജുന അശോകൻ നായകനായിട്ട് വന്ന അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ വന്നൊരു സിനിമ. അതിലൊരു ഈ ബോഡിയൊക്കെ വെള്ളത്തിൽ നിന്ന് കായലിൽ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ബോഡിയൊക്കെ പൊക്കിയെടുക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. തൊണ്ടിക്കുട്ടൻ എന്നാണ് പേര്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഇന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഉടനെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ തൊണ്ടിക്കുട്ടനായി മാറി. എങ്ങനെയാണ് വെള്ളത്തിൽ പോകുന്ന ഒരാൾ, അയാളുടെ ഒരു പ്രത്യേക രീതിയും അയാളുടെ സംസാരവും കാര്യങ്ങളും അത് നമ്മൾ സ്വയം അങ്ങോട്ട് ആവുകയാണ്. അതാണ് നാച്ചുറൽ അഭിനയം. നമുക്കത് ഉറപ്പായിട്ടും ചേട്ടൻ്റെ ഫേസ് ആണ് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ആവുകയാണ്. നമ്മളിപ്പോൾ ഹ്യൂമറാണ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഹ്യൂമർ ഉണ്ട്. ഇപ്പോൾ പള്ളിയിലച്ചനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പള്ളിയിലച്ചനാവുകയാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള പള്ളിയിലച്ചനാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഞാൻ ആ എന്താണ് യമണ്ടൻ പ്രേമകഥ ഒരു പള്ളിയിലച്ചൻ സൗബിൻ വന്ന് കുമ്പസാരിക്കണം മുഴുവൻ ഇതാണ്. അപ്പോൾ ഇയാൾ പറയണതും അത് തന്നെയാണ്. സൗബിനല്ലേ മോൻ, ഇതിന്റെ കൂടി പറയണത് പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ, ലിപ് മൂവ്മെന്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ അതാണ് ഹ്യൂമറിലേക്ക് വരിക, ഇതിലേക്ക് വരിക. നേരത്തെ ക്യാരക്ടർ ഇങ്ങനെ നമ്മൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ അതുപോലെ കുറേയൊക്കെ നമ്മൾ ശ്രമിക്കും. പിന്നെ ഡയറക്ടേഴ്സും അവരൊക്കെ പറഞ്ഞു തരും, ഇനിയിപ്പോൾ അത് ഇന്നതുപോലെ ചെയ്യും, ഇന്നത് പിടിക്കുമെന്ന് അവർ പറയും. എല്ലാവരും എങ്കിലും കൂട്ടായ ഒരു വിജയമാണ് സിനിമ, നമ്മുടെ ക്യാരക്ടറിന്റെ വിജയം എന്ന് പറയുന്നത്. അതെ അതെ, എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ പഠനകാലം എന്ന് പറയുന്നത് RLV കോളേജിലെയാണെന്നല്ലോ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ശരിക്കും ഒരു നടനാവണം എന്ന് ആഗ്രഹിച്ച് ചേട്ടൻ ഇറങ്ങിയതായിരുന്നു. രഞ്ജിത്ത് സാർ പറയുന്ന ബെസ്റ്റ് ആക്ടറിൽ പറഞ്ഞ പോലെ ഒരു നടനാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആയിരിക്കും എന്ന് ചേട്ടൻ പറയുന്ന പോലെ ചേട്ടന് എങ്ങനെയാണ് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ? നടനെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മുതലേ ഈ തമാശകൾ പറയുന്നതിനെയും എന്തെങ്കിലും ഒരു വിഷയം കിട്ടി അതിനെ വലുതാക്കി കളിയാക്കി പറയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഹോബിയായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ മുതൽ. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തെ ഞാനത് അങ്ങോട്ട് പർവ്വതീകരിക്കും, ഹ്യൂമറിൻ്റെ വേറെ എങ്ങനെ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട്, എന്നിട്ട് പിന്നെ ഒരാഴ്ച അതും പറഞ്ഞ് ചിരിയായിരിക്കും ഞങ്ങൾ. മനസ്സിലായോ? എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ അടുത്ത ദിവസം ചോറ്റാനിക്കര ദേവസ്ഥയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ദേവസ്ഥയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ പോറ്റി രണ്ടുപേര് പുറത്ത് നിൽക്കണ്ട, അവരൊന്ന് കയറ്റിക്കൊണ്ട് പോകണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ പേര് വേറെയാ. ഈ പോറ്റി എന്ന് വിളിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വർണം പ്രശ്നമൊക്കെ സ്വർണ്ണപ്പാളി. അപ്പോൾ വീണ്ടും കുറേ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും വന്നപ്പോൾ ഞാൻ എല്ലാവരും നിൽക്കുകയാണ്, പോറ്റി വേറെ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഇയാളങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളെ പോറ്റി അങ്ങ് എടുത്തിട്ട് ഇപ്പം പുള്ളിനെ പോറ്റി എന്ന് എല്ലാവരും വിളിക്കണേ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ശീലം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ എന്തോ ഒരു ഋതം ഇവിടെ വെച്ച് ശാസ്താംപാട്ട് പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. ആദ്യത്തെ കല അതാണ്. അത് ശാസ്താംപാട്ട് കുറേ താളങ്ങളെല്ലാം ആണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ എന്തോ ഋതം ഉണ്ടാവണം. അങ്ങനെ മനസ്സിൽ ഈ ഒരു സംഭവം ഉണ്ട്. പിന്നെ കുറച്ച് മിമിക്രി, ഈ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തിട്ട് ഇപ്പോൾ വീണ ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ വീണ ഇങ്ങനെ ഇരുന്നിട്ട് ചിരിക്കുന്നത്, അല്ലെങ്കിൽ വീണയുടെ ഇടക്ക് ഇങ്ങനെ കാണിക്കണം, എന്തെങ്കിലും ഒരു സംഭവം ഞാനിങ്ങനെ നോട്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് അത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതൊക്കെ ഈ കളിയാക്കലിൽ ഉള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് ഇതിലേക്കൊരു കമ്പം വരുന്നത്. യാദൃച്ഛികമാണ് RLV കോളേജിൽ കഥകളി. അതായത് പ്രീ ഡിഗ്രി സാൻസ്ക്രിറ്റ് കോളേജിലായിരുന്നു. എക്സാം എഴുതാൻ പറ്റിയില്ല, രാഷ്ട്രീയം കളിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യുന്നതായി ഭാവി. നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നല്ലൊരു മെക്കാനിക്കായിട്ട് മാറും. അത് വേണ്ട, കാരണം അന്നൊക്കെ അങ്ങനെയാണല്ലോ, വർക്ക്ഷോപ്പിൽ കൊണ്ടാച്ചനുമയാക്കും, വേറെ നമുക്ക് വേറെ മാർഗമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അങ്ങനെ എനിക്ക് അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അന്ന് തൃപ്പൂണിത്തുറ അപ്പോൾ SFIൻ്റെ കുറച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ് അല്ലെങ്കിൽ ഭർത്തുകരി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളി പറഞ്ഞ് എടാ RLV കോളേജിൽ കഥകളി അവിടെ അതിന് പ്രത്യേകിച്ച് സംഭവം വേണ്ട, കാരണം അവിടെ 3-4 അധ്യാപകരും പഠിക്കാൻ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവാറുള്ളൂ. കഥകളി ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ഐറ്റമാണല്ലോ, അപ്പോൾ നീ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കഥകളിക്ക് അപേക്ഷ കൊടുത്തു. അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് പഠിച്ചിട്ടുണ്ട് ഇതിക്ക് മുമ്പെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല പഠിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മിമിക്രിയിൽ ഇങ്ങനെ ഒരു കഥകളി പോലെ ഇങ്ങനെ തിരശ്ശീലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട്, അന്ന് തിരനോട്ടം പരിപാടിയില്ലേ,
ടി വിയിലുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത്ര മണിക്ക് ഇന്നത് എന്ന് പറയുമ്പോൾ ഇത്ര മണിക്ക് കലാമണ്ഡലം ഇന്ന അവതരിപ്പിക്കുന്ന കഥകളി എന്ന് പറയുമ്പോൾ പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് കാണിച്ചിട്ട് ഈ ബാക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ ശേഷം ഇങ്ങനെ കാണിച്ചിട്ട് നേരെ തിരിഞ്ഞിട്ട് ഈ ബാക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അതാണ് എൻ്റെ ഹ്യൂമർ. ഞാൻ ഇതേപടി അങ്ങോട്ട് അവിടെ കാണിച്ച് വലിയ ആശാന്മാരൊക്കെ ഇരിക്കണോടത്തോട്ടേ ഇതിങ്ങനെയൊക്കെ വന്നിട്ട് നിന്ന് കാണിക്കാൻ. അപ്പോൾ യഥാർത്ഥ കഥകളി പഠിച്ച ഒരു പയ്യൻ പുറത്ത് നിൽക്കുന്നുണ്ട്. അവൻ കണ്ണൊക്കെ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുക. അവൻ ഇതെവിടെ നിന്നാണ് എന്താണ് ഇയാൾ കാണിക്കണതെന്ന്. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടി. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ഏത് ആശാനാണ് ഗുരു ആരാണെന്ന് എന്നോട് പുറത്ത് നിന്ന് പഠിച്ച എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കഥകളി എനിക്ക് കുറേ ഗുണം ചെയ്തു. നമ്മൾ നേരത്തെ താളം എങ്ങനെ ഇതിലേക്ക് വന്നു എന്നുള്ളത് അവിടെ കുറച്ച് എക്സ്പ്രഷനല്ല. ഇപ്പം ഇത് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാവരും രസങ്ങളും മന്നം കഥകളിക്ക്. കാരണം അത്രക്കും ഒരു ഇതായിട്ടുള്ളൊരു കലയാണ്. അവിടെ നിന്ന് അങ്ങനെ വന്ന്. പക്ഷെ അന്നും അധ്യാപകർ പറയും ഇവൻ മിമിക്രി കഥകളിനെ മിമിക്രിയുമായിട്ട് യോജിപ്പിക്കുകയാണെന്ന്. കാരണം ഞാൻ ഒരു 10 ദിവസം ക്ലാസ്സിൽ കയറിയാൽ ബാക്കിയുള്ളതൊക്കെ മിമിക്രിയാണ്. അപ്പോൾ ഈ മിമിക്രീനെ ഞാൻ ഇതും കഥകളിയും കൂടി ഈ എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പറയുമ്പോൾ ഒരു സാധനം കാണിക്കലും ഇങ്ങനെ കാണിക്കലും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ നേരെ ഇതിലേക്കൂടെയൊക്കെ പ്രയോഗിച്ച് നമ്മൾ മിമിക്രിയുടെ വഴിയായി സഞ്ചാരം. രസിക, ബിഗ് സീറോ, അങ്ങനെ ഓരോ ട്രൂപ്പുകളിൽ ഞാനിങ്ങനെ അതിലൊക്കെ. അപ്പോൾ അന്ന് ആശാന്മാർ പറയും ഇവൻ കഥകളി പഠിക്കാൻ വരുന്നതല്ല, ഇവൻ ഇതിൻ്റെ ചില പ്രയോഗങ്ങളുമായിട്ട് ഇവൻ മിമിക്രിയിലൂടെ പോവുകയാണെന്ന്. അങ്ങനെയാണ് MG യൂണിവേഴ്സിറ്റിയിൽ മത്സരിച്ച് മിമിക്രി മോണോ ആക്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ ഇത് സിദ്ദിഖ് സാറിൻ്റെ ഒരു സുഹൃത്ത് കണ്ട് സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് ചെന്ന് അങ്ങനെയാണ് ക്രോണിക് ബാച്ചിലെ കള്ളുകൂടിയനായി മാറുന്നത്. ഒരു വരവറിയിച്ചില്ലേ, പിന്നെ കിട്ടി കുറച്ച് വാക്കുകളിലൂടെ. ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ശാസ്താംപാട്ട് പാടും എന്നുള്ളത്, ഒരു 2 വരി. ഇപ്പൊ ഈ ജനറേഷൻ നമ്മുടെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു പണിയില്ലെന്ന് ചോദിക്കും. എന്നാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ചേട്ടൻ പാടിയിട്ടുണ്ടാവും എന്തായാലും, എവിടെന്നെങ്കിലും എനിക്ക് കിട്ടും, അപ്പൊ ഞാൻ എടുത്തോളാം. കാലം മാറി അതുകൊണ്ടാണ്. ഇല്ല, പക്ഷെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ എന്താ പറയാ ഭക്തിഗാനങ്ങളിലേക്ക് മാറുന്ന കാക്കും വടിവേൽ എന്ന് പറയുന്ന ഒരു പാട്ട് ഇപ്പൊ കേട്ട്. അതിപ്പോൾ ഇത് ഞാനിപ്പോൾ താൻ പറഞ്ഞുകൊണ്ടാണ് ഇത് ഏത് വരികളും നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ശാസ്താംപാട്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് ചിന്തിച്ചൊരു സാധനം വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇതിന് 3-4 താളങ്ങളുണ്ട്. എല്ലാതാ തിത്തിത്തൈ 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 അതിൽ പാടാം. പിന്നെ തകതത്തികിത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെമ്പട എന്നൊക്കെ പറഞ്ഞിട്ട് താളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതിന് ഈ ശാസ്താംപാട്ടിന് ഈ ഒരു ഇതിൽ പാടിയാൽ ഏക്കില്ല. നമ്മൾ നോർമൽ പാടുന്ന പോലെ എന്താണ് എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ ഇതിന് ഇത്തിരി ശബ്ദമൊക്കെ കയറ്റി പിടിക്കണം. ശാസ്താംപാട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ? ആ സ്വർണം കട്ടത് ആരപ്പാ പോറ്റിയാണ് അയ്യപ്പ എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു വേരിയേഷൻ കൊണ്ടുവരണം. അതന്നെ ഇപ്പൊ വീണ പറഞ്ഞിട്ട് ഞാൻ ഇന്നൊരു ശാസ്താംപാട്ട് പാടിയില്ല. അത് തന്നെ എന്തെങ്കിലും അല്ലേ. അപ്പൊ അതെ, ഇത് കാണുന്ന ഡയറക്ടർമാരും സിനിമാക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ശാസ്താംപാട്ട് പാടുന്ന ഒരാളെ കൂടി ഇവിടെ ഒരു കഴിവും കൂടെ ഉണ്ടെന്ന് ആള് തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എന്റെ ആദ്യത്തെ കല ശാസ്താംപാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ചേട്ടൻ ഇപ്പം എനിക്ക് തോന്നുന്നു സീരിയസ് ക്യാരക്ടേഴ്സിലേക്ക് എനിക്കൊന്നും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അടുത്ത് ഒരു സഹസ് ബാലയുടെ ചെയ്തു. ഷാജി പട്ടിക്കരെ വിളിച്ചിട്ട് എനിക്കൊരു ക്യാരക്ടർ തന്നു. ഒരു ചെരുപ്പ് കുത്തിയാണ്. അതൊരു നല്ല സാധനം, അത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ ടിക്കി ടാക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി ആസിഫ് അലിയുടെ രോഹിത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ടിക്കി ടാക്ക. അത് കുറച്ച് ദിവസം അതിൻ്റെ തുറക്ക് തുടങ്ങിയിട്ട് ഇപ്പോഴും പടം പൂർത്തീകരിച്ചിട്ടില്ല. അതിലൊരു കൊറിയൻ സംഘത്തിൽപ്പെട്ട ഒരു ഫൈറ്റാണ് കംപ്ലീറ്റ്. നമ്മുടെ ഞങ്ങളൊരു വിങ്ങിനെ അന്വേഷിച്ചിട്ട് കേരളത്തിലേക്ക് വന്ന് ഒരാളെ അന്വേഷിച്ചിട്ട് കേരളത്തിലേക്ക് വന്നിട്ട് അതിലേക്ക് ആസിഫ് അലിയുടെ അടുത്തേക്ക് എത്തിക്കപ്പെടുകയും പിന്നെ ചേസിങ് ആണ്. ടിക്കി ടാക്ക ചേസിങ് ആണ്. അപ്പോൾ അത് ഇൻ്റർവെല്ലിന് ശേഷമാണ് ഞങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ക്ലൈമാക്സ് വരെ പിന്നീട് ഉണ്ട്. ആ മുടിയൊക്കെ ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് ഫുൾ ചിരി എന്ന് പറഞ്ഞ സാധനമില്ല, അതാണ് കംപ്ലീറ്റ് ഫൈറ്റ്. എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ അതുപോലെ നെഗറ്റീവ് സാധനങ്ങളോടൊക്കെ എനിക്കിഷ്ടം, കുറച്ച് ഇഷ്ടം തോന്നുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നെഗറ്റീവ് ചെയ്താൽ ഇഷ്ടം തോന്നാറുണ്ട്. അതെ, അപ്പൊ നെഗറ്റീവ് എനിക്ക് തോന്നുന്നു ചിരിച്ചുകൊണ്ടൊക്കെ കാത്തിറക്കുന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ആഗ്രഹം. ഈ ടിക്കി ടാക്കയില് ഇപ്പൊ ചേട്ടൻ നമ്മൾ കഥകളൊന്നും പറയുന്നില്ല, ജസ്റ്റ് ചേട്ടൻ്റെ ക്യാരക്ടർ കാര്യം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പം ചേട്ടന് ഇപ്പോൾ ടിക്കി ടാക്കിലേക്ക് അഭിനയിക്കാൻ വന്നപ്പോൾ സീരിയസ് കഥാപാത്രമാണെന്നും ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? എന്തായാലും രോഹിത് വിളിച്ചു പറഞ്ഞു, അനിയപ്പ ഞാൻ ഒരു വേഷത്തിലേക്ക് വേണ്ടി വിളിച്ചതാണ്. സംഭവം ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല, സീരിയസ് കഥാപാത്രം. പക്ഷേ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അനിയപ്പൻ ആ ക്യാരക്ടർ ചെയ്ത് നന്നാവുമെന്ന് എനിക്ക് തോന്നി.
ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വിളിക്കാനുള്ള കാരണം നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ ഓരോ ഹ്യൂമറൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളെ വിളിക്കാൻ എന്തുകൊണ്ട് തോന്നിച്ചു എന്ന് ചോദിച്ചപ്പോൾ അല്ല നിങ്ങൾ ആ സാധനം ചെയ്താൽ നന്നാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് എന്നോട് കഥ പറയാനായിട്ട് ഫ്ലാറ്റിൽ ചെല്ലുന്നത്, എന്നോട് കഥ പറയണത്. രോഹിത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം നമ്മളിൽ നിൽക്കും ഇത്, കാരണം ഈ ശരീരമൊക്കെ വെച്ചിട്ട് ഇത് എന്ത് ഫൈറ്റ് ചെയ്യാനാണ്. പക്ഷെ കൊറിയൻ സംഘമാണ് വന്നേക്കണം ഫൈറ്റ് ചെയ്യാൻ. നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ കൈ മൂവ് ചെയ്യാം, എങ്ങനെ ഇത് ചെയ്യാം, എന്ത് ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുക നമ്മളെ. സാധാരണ ഈ കാടനിടിയല്ല, ഒക്കെ കൊറിയൻ മോഡലാണ്. അതാണ് എല്ലാം നമ്മൾ ട്രൈ ചെയ്യണം, പഠിപ്പിക്കുകയാണ് അവിടെ. അതിൽ ഒരു സംഭവത്തിൽ ആസിഫ് അലി ഇങ്ങനെ ഒരു ഇടിയിടിക്കുന്നുണ്ട്. അപ്പോൾ ആസിഫ് അലി ഞാൻ അനിയപ്പനല്ലേ പാവലെന്ന് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കണത്. കട്ട് പറഞ്ഞിട്ടേ പൂർവാധികം ശക്തിയായിട്ടൊരു ഇടിയിടിക്കാൻ പറയും. അനിയപ്പോൾ ഒരു ഇടി കൊള്ളോട്ടാന്നും പറഞ്ഞു. അതെ അല്ലേ? കാരണം ആ സിനിമ അങ്ങനത്തെയാണ് മോളെ. 10 ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം വിശ്രമം. എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവില്ല. അതായത് KGF ഇല്ലേ, മലയാളത്തിലെ KGF ആയിരിക്കും ടിക്കി ടാക്ക, എഴുതി വെച്ചോ. അത്രയ്ക്ക് ആക്ഷനാണ്. ആസിഫ് അലി എത്രയ്ക്ക് എൻജോയ് ചെയ്യാണ്. അദ്ദേഹത്തിന് വേറെ എത്രയോ പടങ്ങളാണ് പറഞ്ഞാൽ അദ്ദേഹം ഒന്നും ചെയ്യണില്ല. ടിക്കി ടാക്ക തീർത്തിട്ടേ അദ്ദേഹം ചെയ്യുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ കാലം അദ്ദേഹം കത്തി നിൽക്കുന്ന സമയമാണ്. പിന്നെ തീർച്ചയായിട്ടും ഇല്ലേ, ആസിഫ് അലി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും. പക്ഷേ അദ്ദേഹം ഒരു പടങ്ങളും ചെയ്യാണ്ട് ഈ പടം തീർത്തിട്ട് ചെയ്യുള്ളൂ. അപ്പം അറിയാലോ ടിക്കി ടാക്കയുടെ ഒരു എന്തായിരിക്കും, എന്താണ് വരാൻ പോകുന്നതെന്നുള്ളത്. രോഹിത് ഭയങ്കര രസമാണ് ഡയറക്ടർ. ഒരു സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ. അടുത്തത് പുള്ളി സിനിമ കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ അഭിനയിക്കുന്ന പുള്ളി സിനിമ മൊത്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടിക്കറ്റായി കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ ജനുവരി ഒക്കെ ഉണ്ട് വർക്ക്, ഷൂട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോഴത്തെ അവസാനം എത്തി നിൽക്കുന്ന സർവ്വമായയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സത്യനന്ദിക്കാടൻ സ്കൂളിൽ നിന്ന് വന്ന ഒരു പടം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. ചേട്ടന് ആ ഒരു കണക്ഷൻ കിട്ടിയത് എങ്ങനെയാ? കണക്ഷൻ കിട്ടിയത് ഞാൻ രസികൻ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേ ദിലീപേട്ടൻ ഉണ്ട്. അപ്പോൾ സത്യേട്ടൻ വന്നേക്കാൻ അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ദിലീപേട്ട ഒന്ന് പരിചയപ്പെടുത്തി, ദിലീപേട്ട സത്യേട്ടൻ അദ്ദേഹത്തേക്ക് ഒന്ന് പരിചയപ്പെടാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ഞാൻ ചെന്നിട്ട് നേരെ പരിചയപ്പെടുത്തി ഞാൻ പറയാടാ. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പുള്ളി പറയണില്ലേ, ഞാൻ പറഞ്ഞു ദിലീപേട്ട ഒന്ന് ചെന്ന് പറഞ്ഞെന്ന് വെച്ചേ, ഇപ്പം ഈ പുള്ളി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കൂല അത്. അങ്ങനെ പുള്ളി ശരി നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് സത്യേട്ടാ ഇത് അനിയപ്പൻ. നമസ്കാരം സാർ, ഒരുപാട് ഇഷ്ടമാണ് സാറിന്, സാറിൻ്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ശരി നമുക്ക് ആലോചിക്കാം കേട്ടോ, ശരി ഓക്കെ. അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞു. പിന്നീട് ഏതോ ഒരു സെറ്റിൽ എനിക്ക് തോന്നുന്നു വലത്തോട്ട് ഞാൻ 4ാമത്തെ സെറ്റാണോ അല്ലെങ്കിൽ എവിടെയോ വെച്ചിട്ട് ജഗതി ചേട്ടൻ സത്യേട്ടനെ അത് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സത്യേട്ടനോട് പറഞ്ഞു സത്യ ഇത് അനിയപ്പൻ എന്ന് പറഞ്ഞ പയ്യനാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞു ദിലീപ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ല അത് ദിലീപ്, ഇത് ഞാനാ ജഗതി ശ്രീകുമാറാണ് പറയുന്നതെന്ന്. അദ്ദേഹം ഒരു തമാശക്കാണ് പറഞ്ഞതെങ്കിലും അപ്പോഴും പുള്ളി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അത് എത്തിപ്പെടുന്നത് 20 വർഷങ്ങൾക്ക് ശേഷം. ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? പിന്നില്ലേ ഒരു 100 രൂപ, ഒരു 100 റുപ്പീസ് കണ്ടിട്ടുണ്ട്. അത് ഒരാട്ടത്തിന്റെ വട്ടിലാണല്ലോ നിൽക്കുന്നത്. അത് രസമല്ലേ അത്. പകത് മറ്റേ കൊച്ചിനെ പറ്റിച്ചിങ്ങനെ നടക്കുകയാണ്. ആ റോഡിന്റെ എട്ടയിൽ നിന്ന് വിളിച്ചിട്ടാണ് ഒരു 100 റുപ്പീസ് തരും. അതാ വിളിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ. അത് തന്നെ. അത് പറഞ്ഞ പുള്ളി അധികം വെള്ളം വേണ്ട, ഒരു ലിമിറ്റ് വെള്ളം രാവിലെയാണ് തുടങ്ങാൻ പോണുള്ളൂ. കാരണം പുള്ളിക്ക് തെണ്ടി കഴിഞ്ഞാലേ ഇറക്കാൻ പറ്റുള്ളൂ. ഇതടിച്ചാലേ പുള്ളിക്ക് ഇറക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ പുള്ളി പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അതെ. പിന്നെ ഡയറക്ടർ അദ്ദേഹം സത്യേട്ടനൊക്കെ പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് എങ്ങും പോകാൻ പാടില്ല, നമ്മൾ അതിൽ നിന്നോളണം. അല്ലാണ്ട് കയ്യിൽ നിന്നിട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നാൽ നല്ലത് വന്നാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സാറ് അത് എന്നെ വിളിച്ചു. അങ്ങനെ സാറെല്ലാം വിളിച്ച് ബിജു തോമസ് കൺട്രോളർ പ്രൊഡ്യൂസറായിട്ടുള്ള ബിജുട്ടൻ വിളിച്ചു. ഞാനവിടെ ചെന്ന് അത് അഭിനയിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും സാറിൻ്റെ ഹൃദയപൂർവ്വം സിനിമയിൽ പെട്ടെന്നൊരു വിളി വന്നു. അവിടെ ചെന്നപ്പോൾ ഒരു പോലീസുകാരൻ വിളി പറഞ്ഞു ചേട്ടാ ചെറിയ സംഭവമാണ്, എന്നാലും സാറേ ഓർത്തല്ലോ സാറേ, ചെറുതാണെന്നുള്ളതല്ല, സാറിനെ പോലത്തെ ഒരാളുടെ അടുത്തൊക്കെ ആ കമ്പനിയിൽ പിന്നെയും വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ പോലീസ് അത് ഡയലോഗ്സൊക്കെ ഉള്ളൊരു സാധനം വരുന്നത്. പക്ഷേ അത് പിന്നീട് ഇതായിട്ട് പോയി ഹൃദയപൂർവ്വത്തിലെ പോലീസുകാരൻ. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ബിജുവേട്ടൻ വിളിക്കുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് ഡബ്ബിങ്ങിനായിരിക്കും വിളിച്ചത്. അപ്പോൾ പറഞ്ഞ് ഒരു ചെറിയ സംഭവം ഉണ്ട്, അഖിലിൻ്റെ പടത്തിൽ സർവ്വമായ ഒരു സിനിമ ഒറ്റപ്പാലത്താണ് എന്നെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കിട്ടാക്കടെ മുടി ഇതിങ്ങനെ വെച്ചേക്കാണ്, ഈ ഓന്തിൻ്റെ മോന്ത പോലെ ഇരിക്കണം. അപ്പം ഞാൻ തൊപ്പിയും വെച്ചിട്ടാണ് ചെന്നേക്കണേ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാരണം എനിക്ക് പ്രതീക്ഷയില്ല, കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ അഖിൽ പൊക്കോളം പറയും. അപ്പോൾ അവിടെ ചെന്ന് ബിജു തോമസിനെ കണ്ട് ഞാൻ തൊപ്പി ഊരി ഇത് കണ്ടതോടുകൂടി ബിജു തോമസിൻ്റെ പ്രാണം പോയി. ദൈവം ഇനി കംപ്ലീറ്റ് സെറ്റ് ഇട്ട് വെച്ചേക്കുക.
നിവിൻ പോളിയെ പോലുള്ള ആർട്ടിസ്റ്റ് നായകന്മാരെല്ലാവരും ഉണ്ട്, അജു വർഗീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇനി അവരൊരു ആർട്ടിസ്റ്റിനെ തപ്പുക എന്ന് വെച്ചാൽ പെട്ടെന്ന് തപ്പി എടുക്കണ്ടേ, ഒരു ആർട്ടിസ്റ്റ് വേണം, വെച്ചാൽ ചെയ്യാതെ നിൽക്കുള്ളത്. അങ്ങനെ ഇതായി പുള്ളി. അപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്, അപ്പം ബിജു നിനക്ക് ഒന്നൊന്ന് പറഞ്ഞാൽ പോരെ, ഞങ്ങൾ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്തില്ല. ഇനിയപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാൻസ് പോവില്ല എൻ്റെ ചേട്ടാ. ഞാൻ പറയും ഞാൻ മുടി ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ചേട്ടൻ പറയും അവൻ ജാടയാണെന്ന് പറയും, അല്ലെങ്കിൽ പറയും ഇതാണ്. അപ്പം ഞാൻ ഇതിനൊന്നും ആലോചിക്കേണ്ട, ഇവിടെ വന്ന ഏതായാലും ഒറ്റപ്പാലം വരെ വന്ന് ഇത് കിട്ടിയില്ലെങ്കിൽ ഈ പാടശേഖരങ്ങൾ കണ്ട് തിരിച്ചു പോയിക്കോളാം എന്നുള്ള മനസ്സിലുദ്ദേശം അഖിലിൻ്റെ അടുത്ത് ചെന്നു. അഖിൽ ഇത് കണ്ടപ്പോൾ തന്നെ അയ്യോ എന്താ ചെയ്യുക. അപ്പോൾ അടുത്ത് വേറെ ആരൊക്കെ ഇരിക്കുന്നുണ്ട്, ഇതും കൊണ്ട് എങ്ങനെ പറ്റാനാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഒരു വിഗ് വെച്ചാൽ. വേഗം മേക്കപ്പോനെ വിളിച്ചു, ഒരു സാർ വിഗ് ഇരിപ്പുണ്ട്. ടക്ക ടക്കെന്ന് പറഞ്ഞ സംഭവം വന്നു. ശരിയാ ചേട്ടൻ, ഞാനത് ഓർത്തു. എന്നും കാണുന്ന ഒരു വ്യക്തി ഇങ്ങനെ അല്ലല്ലോ ചേട്ടൻ ഇരിക്കും. ആന്ന് സംഭവം കിട്ടി. ഈ കാക്കനെ തല്ലിക്ക് വന്നിട്ട് തലയിൽ വെച്ചേക്കാൻ വളരെ ഒരു പ്രത്യേക ടൈപ്പിൽ സാധനം റെഡിയായി വന്ന്. അപ്പോഴേക്കും അവിടെയാണ് ഈ ഡയറക്ടറുടെ കഴിവ്. ഡയറക്ടർ അത് മാറ്റി. എന്താണെന്ന് വെച്ചാൽ പിന്നെ സിനിമ കണ്ടില്ലേ, പിന്നെ പടം കണ്ടു. അയാൾ പറയണല്ലോ തല പിടിച്ചു വെച്ചോ, ഇത് ഉറപ്പുള്ള സാധനമാണെന്ന് കേട്ടില്ലേ. ഉറപ്പിന്റെ കാര്യം പറയാ, ഇത് നല്ല ഉറപ്പാ, ആ അതിൽ ഒന്ന് താങ്ങി വെച്ചോ എന്നും പറഞ്ഞ് അങ്ങനെ ആ രൂപത്തിലേക്ക് അത് അഖില് മാറ്റിയെടുത്ത്. അത് നല്ല രസമുണ്ട്, നല്ല ഹ്യൂമർ, നല്ല ചിരി കിട്ടുന്ന ഒരു സംഭവമായിട്ട് മാറി. പടവും ഹിറ്റായി. അവിടെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഇല്ലേ, നമ്മൾ 100 കോടി എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ആ 100 കോടി 150 കോടി ഒരു പടത്തിലൊക്കെ നമ്മൾ വരിക എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യൽ താങ്ക്സ് അഖിൽ സത്യയുടെ മകനാണെന്ന് തെളിയിച്ചല്ലോ ആ സിനിമ. പാച്ചുവും നല്ല പടമായിരുന്നു, അഖിലിൻ്റെ സൂപ്പർ പടമായിരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ആ പാടങ്ങളും ആ ഭാഗങ്ങളും ഒക്കെ എത്രയോ മനോഹരമായിട്ടാണ് സർവ്വമായിൽ കാണിക്കുന്നത് അല്ലേ. എന്നാൽ ഇന്നത്തെ ജനറേഷനിലേക്ക് സിനിമ വന്നിട്ടുണ്ട്, വരുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ സിനിമ, അതായത് നല്ല സിനിമകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ജനങ്ങളെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയണേ അഖിലിൻ്റെ പടത്തിന്. കണ്ടവരൊക്കെ അതാ പറയണത്. കുറേ നാളായിട്ട് സാധാരണ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും ഇല്ലേ, നാളെ ലോൺ അടക്കണം, മറ്റേ 2 വീലറിൻ്റെ ലോൺ അടക്കാനുണ്ട്, അതെന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ ചിന്തിക്കും. ഇന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല, കാരണം സിനിമയിലേക്ക് നമ്മളങ്ങ് ഇറങ്ങുകയാണ്. ദലയിലൊക്കെ അല്ലേ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഞങ്ങളുടെ സിനിമ. പടം കഴിഞ്ഞതോട് കൂടിയിട്ട് അതെന്ന് വെച്ചാൽ അതിനെ ആ കുട്ടീനെ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടാക്കില്ലേ. അതിൽ ആദ്യം തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ 3-4 ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരാനാണ് പറഞ്ഞത്. ഇതൊക്കെ കാണും, കുറേ ദിവസം ഷൂട്ട് ചെയ്തില്ല അങ്ങനെ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ കേട്ടോ. പക്ഷെ ആ കുട്ടി ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു, ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ നടക്കണം ഒരു ടീഷർട്ടൊക്കെ ഇട്ട്. അത് ഭയങ്കരമായിട്ട് ചെയ്തു, ഭയങ്കര രസമായിട്ട് ചെയ്തു. നമ്മുടെ മനസ്സിലേക്ക് പോന്നു ആ കൊച്ചി. ഞാനിടയ്ക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ വിസ്മയത്തുമ്പത്തേക്ക് പോകുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. പക്ഷേ അവിടെയാണ് ഡയറക്ടർ കഴിവ്. അതിമനോഹരമായിട്ട് അതിനെ നല്ല രസമായിട്ട് ആക്കിയെടുത്തു. അപ്പോൾ വിനീതിൻ്റെ ക്യാരക്ടറൊക്കെ ഇല്ലേ, കുറച്ചുള്ളെങ്കിലും എന്ത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുള്ളെങ്കിലും ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിച്ചു പോയി, ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി. ഞാൻ ആ കൊച്ചു വന്ന് പറയുന്ന സീക്വൻസിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് കരഞ്ഞു. എൻ്റെ വന്നിട്ട് പറയണില്ലേ, ഞാൻ പറഞ്ഞ എൻ്റെ ചേച്ചി അല്ലെ മരിക്കുമെങ്കിൽ അല്ലേ എസ് പറയണമെന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പുറത്തിരിക്കുമ്പോൾ കൊമ്പം മീശം വെച്ചിട്ട് ഒരാൾ ഒടുക്കത്തെ കരച്ചില്. ഞാൻ മാത്രം ഞാൻ ഇങ്ങനെ തിരിയുമ്പോൾ പുള്ളി ഇങ്ങനെയൊക്കെയാണ്. സത്യം, ഇന്ന് ഉണയൊന്നുമില്ല, സത്യമാണ്. ഇപ്പുറത്തിരുന്ന് കയറണം. അപ്പം അത് കണ്ണ് നിറയിച്ചു, ഒരുപാട് ചിരിപ്പിച്ച സർവ്വമായക്ക് അല്ലേ. അതെ, അതിലൊരു വേഷം ചെയ്തു. ഇപ്പം എനിക്ക് തോന്നുന്നു 101 കോടി കഴിഞ്ഞു. പടം കയറും, കാരണം നല്ലതാണ്. അപ്പം നമുക്ക് ഒരു നന്നായിട്ട് ചിരിക്കാനും നല്ല കുറേ മനസ്സൊന്നും സന്തോഷിക്കാനുള്ളവർ തീർച്ചയായിട്ടും സർവ്വമായ കണ്ടിരിക്കും. ചേട്ടനിപ്പം ചെറിയൊരു ഗ്യാപ്പ് വന്നല്ലോ, ദേവസ്വം ബോർഡിൽ ജോലി കിട്ടി, അതിനുശേഷം വീണ്ടും ഒരു തിരിച്ചുവരവ്, അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചേട്ടൻ്റെ ഒരു സിനിമ ലൈഫിൽ? തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, മാർത്താണ്ഡൻ പാവടയൊക്കെ ചെയ്തില്ലേ, പൃഥ്വിരാജിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മൂവി ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പള്ളിച്ചട്ടമ്പി ടൊവിനോൻ്റെ, അത് വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അതെ, ടൊവിനോൻ്റെ ഭയങ്കര രസമുള്ള പടമാണ്. അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡബിങ് കഴിഞ്ഞു. അതും നല്ല പ്രതീക്ഷയുള്ളതാണ്. അത് ജോണി ആൻ്റണി, ഞാൻ, ടൊവിനോ, അതിൻ്റെ നായിക ഒക്കെ ആയിട്ടുള്ള കോംബോ ആണ്. അതെ അതെ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞതാണ്, ചെയ്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. ഈ ദേവസ്വം ബോർഡിലേക്ക് ചേട്ടനൊരു ജോലി കിട്ടുന്നത് എങ്ങനെയാണ്, എന്താണ് അങ്ങനെ ഒരു താല്പര്യം വരാൻ കാരണം? ദേവസ്വം ബോർഡ് ഞാൻ പറഞ്ഞില്ലേ, അന്ന് എൻ്റെയൊക്കെ നാട്ടിലെ ഈ പാവപ്പെട്ട ഒരു ഏരിയ എൻ്റെ വീട്. അപ്പോൾ അവിടെ എന്നൊക്കെ പറയുന്നത് ഈ സാധാരണ കൂലിത്തൊഴിലും ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് ഈ മിമിക്രിയൊക്കെ കുറഞ്ഞ അവസരങ്ങളാണ്, കൂടുതൽ പ്രോഗ്രാംസ് ഇല്ല. സിനിമയാണെങ്കിലും സിനിമയ്ക്ക് ഉണ്ടെങ്കിലും സാമ്പത്തികം വന്നു തുടങ്ങിയിട്ടില്ല.
മനസ്സിലായി. മനസ്സിലായി. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സെറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ എൻ്റെ വിചാരം ദേവസ്വം ബോർഡ്, അപ്പോൾ നമ്മൾ ശമ്പളമൊക്കെ നല്ലോണം ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, രാവിലെ അമ്പലം തുറക്കണ രാവിലെയാണ്, പിന്നെ ഉച്ചവരെ, പിന്നെ വൈകുന്നേരം വരെ ഫ്രീ ആണ്, പിന്നെ വൈകുന്നേരം അമ്പലത്തിൽ ചെന്നാൽ മതി, അപ്പോൾ പകൽ സമയത്ത് ഷൂട്ട് കിട്ടിയാൽ പോകാം. ഈ ചിന്തകൾ ഞാനിങ്ങനെ അയവിറക്കി. അപ്പോൾ എന്നെ ഇത് പറഞ്ഞത് എൻ്റെ ഗിരീഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടാണ്, വിനായകയുടെ മാനേജറാണ് ഗിരീഷ്. അവനാണിത് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, അങ്ങനെയാണ് അതിലേക്ക് വരണത് ഞാൻ. പക്ഷേ എന്താണ് അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൈവങ്ങളുടെ അടുത്തൊക്കെ ചോറ്റാനിക്കര പോലെയുള്ള ദൈവങ്ങൾ അതെ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെ ഇല്ലേ, അതൊന്ന്. പക്ഷെ അന്ന് ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് സിനിമ കിട്ടിയാൻ സംശയമില്ല. കാരണം ആ സമയത്ത് ആർട്ടിസ്റ്റുകൾ കുറവാണ്. സലിംകുമാർ ഏട്ടൻ, അശോകൻ ചേട്ടൻ, അങ്ങനത്തെ കുറേ ഒരു 4-5 പ്രതിഭകൾ മാത്രമേ ഉള്ളന്ന്. തീർച്ചയായും ജാഫ്രിക്ക വന്നിട്ടില്ല, ബിജുക്കുട്ടൻ വന്നിട്ടില്ല, സുരാജേട്ടൻ വന്നിട്ടില്ല, ഹരീഷ് കണാരൻ വന്നിട്ടില്ല. ഇന്നത്തെ സൂപ്പർ താരങ്ങൾ അവരങ്ങനല്ല, അവരൊന്നും വന്നിട്ടില്ല അന്ന്. അപ്പോൾ ഞാനവിടെ നിന്ന് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ആ സമയത്താണ് എനിക്ക് ദേവസ്വം ബോർഡ് വന്നത്. അത് തീർച്ചയായിട്ടും പിന്നെ എനിക്ക് സിനിമകൾക്ക് പലരും വിളിക്കും, പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഡെയിലി വേസാണ്, അങ്ങനെ ഇത് അമ്പലത്തിൽ നിന്ന് പോരാൻ പറ്റത്തില്ല. ഇത്ര പടങ്ങൾ പോയി, 4-5 പടങ്ങൾ, പിന്നെ ആരും വിളിക്കാണ്ടായി. പിന്നെ പടങ്ങളിലേക്ക് വിളിക്കുമ്പോഴേക്കും ഒരേ കാര്യം പറയുമ്പോൾ പുള്ളി അമ്പലത്തിൽ പൂജയാണ്, വിളിച്ചാൽ കിട്ടില്ലെന്ന് പറയും. പൂജയൊന്നുമല്ല, ഞാൻ സാധാരണ സ്റ്റാഫാണ്. അപ്പം അങ്ങനെയൊക്കെയുണ്ട് സിനിമ എന്ന് പറയുന്നത്. ഇതിലേക്ക് വീണ്ടും വരിക, അതാ അവിടെയാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ഈ ദൈവങ്ങൾക്ക് അത് ഏത് ദൈവമായാലും. അല്ല, ഞാൻ അതാ ചോദിച്ചത്, ചേട്ടൻ വീണ്ടും തിരിച്ച്, അതും നല്ല അടിപൊളി സംവിധായകരുടെ കൂടെയാണ് ചേട്ടൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, നടന്മാരും എടുത്തു പറയണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചേട്ടൻ ആ ഒരു ഇതിൽ നിന്ന് പിന്നീട് എങ്ങനെ വീണ്ടും എത്തി എന്നുള്ളതേ. അതെ, അത് വീണ അതൊരു സത്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഈ ദൈവങ്ങൾ ഏതായാലും, അതിപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും നബിയായാലും, അവർക്ക് ഒരു പവറുണ്ട്, എവിടെയും ഒരു അദൃശ്യ ശക്തിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ശക്തി നമ്മൾ ചോറ്റാനിക്കമ്മ എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. അല്ലെങ്കിൽ ഞാൻ മറ്റു ദൈവങ്ങൾക്ക് ശക്തിയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. എല്ലായിടത്തും പവറുണ്ട്. ഈ പവർ എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്, അമ്മയുടെ പവർ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഗ്യാപ്പ്, നമുക്ക് മറ്റുള്ളവരെ പോലെയല്ല, അടുത്ത് നിൽക്കല്ലേ, നമുക്ക് ഇഷ്ടംപോലെ സങ്കടത്ത് ഇങ്ങനെ പറയാൻ പറ്റും ഭഗവതിയുടെ അടുത്ത്. എന്താണ് ആൾക്കാർ പറയൂ കേട്ടോ, ചോറ്റാനിക്കമ്മടുത്ത് ജോലി ചെയ്തിട്ട് അവനൊരു ഒന്നും കൊടുത്തില്ല ഭഗവതി എന്ന് പറയും ആൾക്കാർ. എനിക്കല്ല കുഴപ്പം, അമ്മയ്ക്കാണ് കുഴപ്പം. അങ്ങനെ അമ്മനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഏത് മനസ്സിലായില്ലേ? ഭഗവതി ഗുരുവായൂരപ്പൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ഒരാൾ ഭസ്മക്കുറിയൊക്കെ തൊട്ടിട്ട് ഡെയിലി എന്ന് പ്രാർത്ഥിക്കും രാവിലെ, ഭഗവാനെ എനിക്കൊരു ലോട്ടറി അടിക്കണേന്നും പറഞ്ഞ്. ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ആൾക്കാരൊക്കെ കേൾക്കുകയല്ലേ, ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കേൾക്കുക എനിക്കൊരു ലോട്ടറി അടിക്കണേന്ന് പറയണത്. അപ്പോൾ ഇയാളാണെങ്കിൽ സർവത്ര ഭക്തനുമാണ്. അപ്പോൾ ഈ ആൾക്കാരുമൊക്കെ വിചാരിക്കില്ലേ, അപ്പോൾ ലക്ഷ്മി ദേവിയാണ് പറയണത്, ആൾക്കാരൊക്കെ വിചാരിക്കില്ലേ ഇയാൾ ഭസ്മക്കുറിയും തൊട്ട് ഡെയിലി വന്ന് ലോട്ടറി അടിക്കണം, എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് മഹാലക്ഷ്മി അടുത്ത് ഭഗവാൻ പറയണത്, അവനോട് ആദ്യം പോയിട്ടൊരു ലോട്ടറി എടുക്കാൻ പറ. ഇതിടത്ത് എന്ന് പറയുന്ന പോലെ ഞാൻ കുറ്റം ഭഗവതിക്ക് കൊടുക്കുകയാണ്. ആൾക്കാർ അമ്മനെ ചീത്ത പറയും കേട്ടോ, അങ്ങനെ ഇത്ര നാൾ നിന്നിട്ട് അവനെ ഒരു നല്ലത് കൊടുക്കണ്ടേ. അങ്ങനെയാണ് അഭിലാഷ് പിള്ള, അതൊരു നിമിത്തമാണ്. അത് തന്നെ, അഭിലാഷ് പിള്ള ആയിട്ട് നല്ലൊരു ബന്ധം, നേരത്തെ ബന്ധം ഉണ്ടെങ്കിലും യാദൃച്ഛികമായിട്ട് എങ്ങനെയോ അഭിലാഷിന് തോന്നി, ചേട്ടൻ ഇങ്ങനെ നിൽക്കേണ്ട ആളല്ലേ ചേട്ടാ നമുക്ക് വർക്ക് ചെയ്യാം ചേട്ടനെ ഞാൻ ഇത് ചെയ്യാം. അങ്ങനെയാണ് ആനന്ദ് ശ്രീ ബാലയില ഈ ബോഡി മുങ്ങിയെടുക്കുന്ന ആൾ വന്നതും. സുമതി വളവിലും ഉണ്ടായിരുന്നു. ജനുവരിയിൽ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു ചോറ്റാനിക്കരമ്മ. ചോറ്റാനിക്കരമ്മയും ലക്ഷ്മിക്കുട്ടിയും ബിഗ് ബജറ്റ് മൂവിയാണ്. അതായത് എനിക്ക് തോന്നുന്നു എത്ര ഭാഷകളാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഗോകുലം ഗോപാലനാണ് പ്രൊഡ്യൂസ്. ഭയങ്കര സെറ്റപ്പാണ്. രണ്ടും ഒരു 10-20 ദിവസത്തോളം അമ്പലം തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഇതല്ല, ഒരു കുട്ടി അവിടെ ഭജനത്തിന് വരുന്നതും പിന്നെ ഉണ്ടാകുന്നതും അങ്ങനെ സംഭവിക്കുന്നതുമായിട്ടുള്ള കുറേ സംഭവങ്ങളുമാണ്. ഭയങ്കര സംഭവം, പിന്നെ ഭയങ്കര സംഭവം. ആ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ടായി പോകും. ഞാനതിൽ അനിയപ്പനായിട്ട് തന്നെയാണ് വേഷം ചെയ്യുന്നത്. ദേവസ്വം ബോർഡിൽ ഒരു ജോലിക്കാരൻ സ്റ്റാഫ്. അതേ പേര്, കഥാപാത്രം അനിയപ്പൻ തന്നെ. ബാക്കി എന്നോടൊന്നും പറയരുതെന്ന് അഭിലാഷ് പറഞ്ഞേക്കണം. കാരണം അതിൽ ഭയങ്കര ത്രില്ലിംഗ് ആണ് മൂവി. ചേട്ടനെ നമ്മൾ കാണാറുള്ളല്ലേ, മറ്റേ ആ ഒരു മേൽമുണ്ട് ഇട്ട് പോക്ക് അങ്ങോട്ട് കീഴ്ക്കാവിലേക്കും മേൽക്കാവിലേക്കും ആ പോക്ക് കാണുന്നു ചേട്ടാ. ഇതത്രേ ഉള്ളൂ. മനോജ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഒന്ന് പറഞ്ഞിടാന്ന് പറയുന്നോട് ലൊക്കേഷനിൽ എന്ന് പറയാം. അപ്പൊ തൊഴുതു മാറും വഴി ആ തൊഴുതവരിങ്ങനെ പോകുന്നുള്ള വഴി അതിങ്ങനെ പറയിപ്പിക്കും പുള്ളി എന്നെ കൊണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ആളില്ലെങ്കിലും വെറുതെ നിന്നിട്ട് പറയും വഴി തൊഴുതു മാറും, ആളുമില്ല.
പെട്ടെന്ന് ശീലമായി പോയി. സ്വന്തം ജോലിയിലേക്ക് അങ്ങ് ഏറ്റവും ആയിപ്പോയല്ലേ? ഏറ്റവും രസം ഓട്ടംതുള്ളൽ സിനിമയിൽ ഞാൻ ആ ക്യാരക്ടർ ചെയ്തേക്കണേ. ഇതുപോലെ ഓട്ടംതുള്ളൽ എന്ന് തന്നെ. പറഞ്ഞ സിനിമ എന്ന് വെച്ചാൽ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ തൊഴാൻ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന ഒരു കഥ. ഇനി ഞാൻ സിനിമ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ വീണ എന്നോട് പറയും, നിങ്ങൾ അമ്പലത്തിൽ കാണിക്കുന്ന അത് എന്താണോ തന്നെയല്ലേ ഇവിടെ പ്രത്യേകിച്ച് ക്യാരക്ടറായിട്ട് മാറേണ്ടതൊന്നുമില്ല. അല്ലല്ല, ഞാൻ തൊഴാൻ ചെന്നേക്കണ സാധാരണ ഒരു ഭക്തൻ. എനിക്കത് ഇനി കഥയിലേക്ക് വരേണ്ടി വരും. അതാണ് അപ്പം ഞാൻ തൊഴാൻ ചെന്നേക്കുന്ന ഒരു സാധാരണ ഭക്തൻ. അവിടുത്തെ ദേവസ്വം ബോർഡ് ജോലിക്കാരൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് പുള്ളി പറയുന്നുണ്ട്, ഒരു അല്പം മനസമാധാനത്തിന് വേണ്ടിയാണ് ഈ അമ്പലത്തിൽ വന്നത്. ഇനി ഞാൻ പറയുന്നില്ല, ഇനി നിങ്ങൾ കണ്ടാൽ മതി. അപ്പം അങ്ങനെ അതും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മുടെ അനിയപ്പൻ ചേട്ടൻ്റെ സിനിമാ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹത്തിന് ഇനിയും 2-3 ചിത്രങ്ങൾ ഇറങ്ങാനുണ്ട്, റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സിനിമാ രംഗത്ത് എല്ലാ വിധത്തിലുള്ള ഉയർച്ചയും ചേട്ടൻ ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. നാവു പൊന്നാവട്ടെ. ഓ താങ്ക് യു. എന്തായാലും ആവും, അതെ അതെ. താങ്ക് യു. അടിപൊളിയാവും. താങ്ക് യു.